Hi, I'm Trista from TKMIT. +2 കഴിഞ്ഞ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകൾ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കീം കേരളത്തിലുള്ള പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസിനേക്കുള്ള അഡ്മിഷൻ എടുക്കാനുള്ള എൻട്രൻസ് എക്സാം ആണ്. സോ ലെറ്റ്സ് സീ ഹൗ കീം രജിസ്ട്രേഷൻ ഇസ് ഡൺ. ഒരു ബ്രൗസറിൽ കീം 2025 രജിസ്ട്രേഷൻ സെർച്ച് ചെയ്യുക. അതിലാദ്യം വരുന്ന ce.kerala.gov ഇന്നിൻ്റെ കീം 2025 ആപ്ലിക്കേഷൻ പോർട്ടലിൽ കയറുക. ഇവിടെ കയറി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വരുമ്പോൾ ഡിക്ലറേഷൻ ഉണ്ട്. ഇതെല്ലാം വായിച്ച് ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ കൊടുക്കുക. അതിനുശേഷം രജിസ്ട്രേഷൻ ടാബിൽ നമ്മൾ നെയിം കൊടുക്കുക. നെയിം നമ്മൾ 10th സർട്ടിഫിക്കറ്റിൻ്റെ സെയിം നെയിം കൊടുക്കുക, സെയിം സ്പെല്ലിംഗ് ഉള്ള നെയിം കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. ഇതിൽ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ നമുക്ക് പാരൻറ്റിൻ്റെയോ സ്റ്റുഡൻറ്റിൻ്റെയോ കൊടുക്കാം. ഇതിനകത്തായിരിക്കും ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസും OTPs ഒക്കെ വരിക. പിന്നീട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഈ പാസ്വേഡ് 8 ക്യാരക്ടേഴ്സ് ആയിരിക്കണം. അതിൽ ആൽഫബറ്റ്സും നമ്പേഴ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഒക്കെ യൂസ് ചെയ്ത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച കൊടുത്ത് നമ്മൾ കൺഫേം കൊടുക്കുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ കൺഫർമേഷൻ ടാബിലേക്ക് പോകും. ഇവിടെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റ് അല്ലെങ്കിൽ എഡിറ്റ് ബട്ടൺ കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും കൺഫേം കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക. പിന്നീട് നമ്മൾ OTP അടിക്കുക. നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വരും. ഈ OTP കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. നമ്മൾ OTP കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആവും. ഇപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ഈ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഫ്യൂച്ചറിൽ ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും ലോഗിൻ ചെയ്യുകയൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് 2 ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫിൽ ആപ്ലിക്കേഷന് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കോഴ്സ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഏതൊക്കെ കോഴ്സാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് കൊടുക്കുക. അതായത് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ആൻഡ് ഫാർമസി കോഴ്സസ്, ഇതിനകത്ത് ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഇത് ചെക്ക് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്ത് പോകുമ്പോഴത്തേക്കും നെക്സ്റ്റ് നമ്മൾ സെൻറ്റർ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ഇത് കൊടുക്കുക. ഇനി സെൻറ്റേഴ്സ് ഇൻസൈഡ് ഇന്ത്യ ആണെങ്കിൽ നമ്മുടെ ആക്സസിബിലിറ്റി അനുസരിച്ചുള്ള ഡിസ്ട്രിക്റ്റിൻ്റെ ഓർഡറിൽ കൊടുക്കുക. നമ്മുടെ പ്രയോറിറ്റി ബേസ് ചെയ്ത് നമ്മൾ ഡിസ്ട്രിക്റ്റിൻ്റെ ഓർഡർ കൊടുക്കുക. നമുക്ക് 7 പ്രയോറിറ്റീസാണ് നമുക്ക് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അതിലാദ്യം ജെൻഡർ, പിന്നെ നാഷണാലിറ്റി, നേറ്റിവിറ്റി, ആധാർ നമ്പറൊക്കെ കൊടുക്കുക. പിന്നീട് നമ്മൾ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. മദേഴ്സ് ഡീറ്റെയിൽസും ഫാദേഴ്സ് ഡീറ്റെയിൽസും കൊടുക്കുക. നെയിം ഓഫ് ദ ഗാർഡിയൻ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ പേര് വെച്ചിട്ട് റിലേഷൻഷിപ്പ് നമുക്ക് ഫാദർ അല്ലെങ്കിൽ മദർ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതും സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഇതിൽ നമ്മളൊരു ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ കൊടുക്കണം. ഈ ഫോൺ നമ്പർ നമ്മൾ മുന്നേ രജിസ്റ്റർ ചെയ്യാൻ യൂസ് ചെയ്ത ഫോൺ നമ്പർ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വേറൊരു നമ്പർ ഇൻ കേസ് അതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനായിട്ടുള്ളൊരു നമ്പറാണ്. ഫോൺ നമ്പർ കൊടുക്കുക. പിന്നീട് നമ്മൾ പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഫില്ല് ചെയ്യുക. അതും നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. ഇതിൽ നമ്മൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്വാളിഫൈ ആയ എക്സാമിനേഷൻ ഏതാണെന്ന് കൊടുക്കുക. +2 ഓർ ഇക്വലൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അപ്പിയർ ചെയ്യാൻ പോവുകയാണോ അതോ പാസ്റ്റ് എക്സാമിനേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ ബോർഡ് കൊടുക്കുക. ഏത് ബോർഡിൻ്റെയാണ്, CBSE ആണോ, ICSE ആണോ, സ്റ്റേറ്റ് ആണോ എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ ഫില്ല് ചെയ്യുക. അതായത് നമ്മൾ +2 ബോർഡ് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റിലുള്ള രജിസ്ട്രേഷൻ നമ്പറോ റോൾ നമ്പറോ ആണ് കൊടുക്കേണ്ടത്. പിന്നീട് സാൻസ്ക്രിറ്റ്, മെഡിക്കൽ അലൈഡ് കോഴ്സസിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പിന്നീട് കീം പ്രീവിയസ് ഇയറിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് മെൻഷൻ ചെയ്യുക. അതും സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ കമ്മ്യൂണൽ റിസർവേഷണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിറ്റി റിസർവേഷൻ്റെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, മെൻഷൻ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറലിൽ നിന്ന് കൊടുക്കുക. പിന്നീട് നമ്മൾ ഫാദറിൻ്റെ കമ്മ്യൂണിറ്റി, മദറിൻ്റെ കമ്മ്യൂണിറ്റി കൊടുക്കുക. പിന്നീട് നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും SC/ST കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് yes or no കൊടുക്കുക. പിന്നീട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഏതിൻ്റെ അണ്ടറിലാണ് നമ്മൾ റിസർവേഷൻ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കുക. താഴെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് yes or no കൊടുക്കുക. മൈനോറിറ്റി കോട്ടയാണോ എന്ന് yes or no കൊടുക്കുക. പിന്നീട് BDSഉം MBBS കോഴ്സസിൻ്റെ ഉള്ള NRI കോട്ടയാണെങ്കിൽ അതും yes or no കൊടുക്കുക. താഴെ റിലേഷൻഷിപ്പ് വിത്ത് സ്പോൺസർ കൊടുത്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ നമ്മൾ ഇൻകം ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഇതിലിവിടെ നമ്മൾ ആദ്യം ആനുവൽ ഫാമിലി ഇൻകം കൊടുക്കണം. പിന്നെ റവന്യൂ ഡിസ്ട്രിക്റ്റ്, താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ് കൊടുത്ത് സേവ് ആൻഡ് പ്രിവ്യൂ കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് അക്കൗണ്ട് ഹോൾഡർ കാൻഡിഡേറ്റോ പേരൻറ്റോ ആവാനേ പറ്റുള്ളൂ. പിന്നീട് ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് കൊടുക്കുക. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. നെക്സ്റ്റ് പേജ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിവ്യൂ ആണ്. നമ്മൾ ഇത്രയും കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുക. ഇൻ കേസ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ബട്ടൺ കൊടുത്ത് എഡിറ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്ത്
തിരിച്ച് വരിക. തിരിച്ച് വന്ന് ലാസ്റ്റ് സേവ് ആൻഡ് ഫൈനലൈസ് കൊടുക്കുക. ഇവിടെ സേവ് ആൻഡ് ഫൈനലൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ ഡീറ്റെയിൽസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. സോ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 2 ഫിൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. നമ്മുടെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പേ ആപ്ലിക്കേഷൻ ഫീ ആണ്. സോ ആ പേജിൽ വരുമ്പോൾ നമുക്ക് 875 റുപ്പീസാണ് പേ ചെയ്യാനുള്ളത്. നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് പോസിബിൾ. സോ ഓൺലൈൻ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതിന് മുന്നേ അവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പേയ്മെൻറ്റ് പേജിലോട്ട് പോകാനായിട്ട്. നിങ്ങൾ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. ശേഷം മേക്ക് പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത പേജിൽ ഈ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ഒരു OTP വരും. ആ OTP കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണും. പിന്നീട് ബാക്ക് ടു ഹോം പേജ് കൊടുക്കുക. പിന്നെ സ്റ്റെപ്പ് 3 പേ ആപ്ലിക്കേഷൻ ഫീ കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് ആയിരിക്കും. ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ ഒന്നെങ്കിൽ JPG അല്ലെങ്കിൽ JPEG ഫോമാറ്റിലായിരിക്കണം. അതിൻ്റെ പിക്സൽസ് എന്ന് പറയുന്നത് 150 പിക്സൽസ് വിഡ്ത്തും 200 പിക്സൽസ് ഹൈറ്റിലും ആയിരിക്കണം ഡയമെൻഷൻസ്. പിന്നീട് ഫയൽ സൈസ് എന്ന് പറയുന്നത് 1 KB-ക്കും 100 KB-ക്കും ഇടയ്ക്കായിരിക്കണം. നമുക്ക് ഈ ഫോട്ടോയും സിഗ്നേച്ചറും നമുക്ക് കംപ്രസ് ചെയ്യാനായിട്ട് ഒരുപാട് ഓൺലൈൻ ടൂൾസ് അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്പെസിഫിക്കേഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ വേണം ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിക്ലറേഷൻ ഉണ്ട് എൻ്റെ തൊട്ട് താഴെ. അത് ചെക്ക് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ സർട്ടിഫിക്കറ്റ്സ് PDF ഫോർമാറ്റിലായിരിക്കണം. അതിൻ്റെ ഫയൽ സൈസ് 10 KB-ക്കും 500 KB-ക്കും ഇടയ്ക്കായിരിക്കണം. ഇത് നമുക്ക് ഓൺലൈൻ ടൂൾസ് യൂസ് ചെയ്ത് കംപ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യത്തെ 4 സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിലാദ്യം നാഷണാലിറ്റിയുടെ പ്രൂഫാണ്. അത് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റോ SLC സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ വോട്ടേഴ്സ് ID ഒക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. പിന്നീട് നൈറ്റിവിറ്റി പ്രൂഫ് അപ്ലോഡ് ചെയ്യുക. ഇത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ വെരിഫിക്കേഷനായിട്ട് 2 ചെക്ക് ബോക്സ് വരും. അതിൽ ആദ്യത്തത് പറയുന്നത് ക്ലോസ് 6 അനുസരിച്ചുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ നേറ്റിവിറ്റി പ്രൂഫ് ആധാർ കാർഡ് ആവാൻ പാടില്ല. വേറെ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഇത് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന സെറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് നോൺ മാൻഡേറ്ററി ആണ്. ഇത് നമ്മൾ നേരത്തെ എന്തെങ്കിലും റിസർവേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നെസസറി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുക. നമ്മൾ സ്റ്റെപ്പ് 4 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 15 മാർച്ച് വരെയാണ്. സോ അതുവരെ നമുക്ക് ഈ പേജ് വന്നിട്ടാണ് ഇനിയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അക്നോളജ്മെൻറ്റ് പേജ് അവൈലബിൾ ആയിരിക്കും. അവിടെ പ്രിൻറ്റ് അക്നോളജ്മെൻറ്റ് കൊടുത്ത് നമ്മുടെ PDF സേവ് ചെയ്ത് വെക്കുക. ഇതിലായിരിക്കും നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കാണുക. March 10th ആണ് കീം രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേ വരെ കാത്തിരിക്കാതെ എല്ലാവരും അതിന് മുന്നേ തന്നെ ചെയ്യുക. ഓൺ ദ ബിഹാഫ് ഓഫ് TKMIT, ഓൾ ദി ബെസ്റ്റ്.